ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതിയ വീഡിയോകൾക്കായി ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ വരട്ടിയതാണ്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് കൂണാണ് എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ടൊമാറ്റോ പ്യൂരി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടി, ഗരം മസാല പൗഡർ, മല്ലിയില, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇഞ്ചി, പച്ചമുളക് എന്നിവ കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച സവാള ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. എന്നിട്ട് ഇതിനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും സവാളയും എല്ലാം നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി എന്നിവ ചേർക്കാം. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടി ഞാനിവിടെ വെള്ളത്തിൽ കലക്കി പേസ്റ്റ് ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയ തക്കാളി പേസ്റ്റ് ആക്കി എടുത്തതാണിത്. ചെറുതാണെങ്കിൽ 2 തക്കാളി എടുക്കാം. ഇനി നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച കൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂണെല്ലാം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്രേവി എല്ലാം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂൺ വരട്ടിയത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി കൂൺ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തി, അപ്പം എന്നിവയുടെ കൂടെയുള്ള നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം. താങ്ക് യു.